അറബിക്കടലിന്റെ ആഴങ്ങളിൽ നിന്നും ഉയരുന്ന തിരമാലകൾ ഇന്നും ഒരു കഥ പറയുന്നുണ്ട്. ആവർത്തിച്ചു തകർക്കപ്പെട്ടിട്ടും അടിയറവ് പറയാത്ത ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ കഥ. ഇത് ഗുജറാത്തിലെ വെരാവൽ തീരത്ത് പ്രഭാസ് പാടനിൽ തലയുയർത്തി നിൽക്കുന്ന സോമനാഥ് മഹാക്ഷേത്രത്തിന്റെ ഇതിഹാസം. സോമനാഥ് എന്നുവെച്ചാൽ ചന്ദ്രദേവന്റെ നാഥൻ എന്നാണർത്ഥം. ഐതിഹ്യങ്ങളുടെ ഏടുകൾ മറിച്ചു നോക്കിയാൽ ചന്ദ്രൻ ശാപമേറ്റ് തന്റെ തേജസ് നഷ്ടപ്പെട്ട് അലഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. ശോഭയില്ലാത്ത ആ രാത്രികളിൽ അഭയം തേടി ചന്ദ്രദേവൻ ഇവിടെയെത്തി. തന്റെ നാഥനായ ശിവനെ തപസ്സു ചെയ്തു. ഒടുവിൽ മഹാദേവന്റെ അനുഗ്രഹത്താൽ ശാപമുക്തി നേടി പൂർണ്ണചന്ദ്രനായി ഉദിച്ചുയർന്നു. ആ കൃതജ്ഞതയിൽ സാക്ഷാൽ ചന്ദ്രദേവൻ സ്വർണം കൊണ്ട് തീർത്ത വിസ്മയമാണ് ഈ പുണ്യഭൂമിയിലെ ആദ്യത്തെ ക്ഷേത്രം. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ പ്രഥമസ്ഥാനം. കാലങ്ങളോളം സോമനാഥ് ശാശ്വതമായി നിലകൊണ്ടു. ചന്ദ്രൻ സ്വർണം കൊണ്ടും ലങ്കേശ്വരനായ രാവണൻ വെള്ളി കൊണ്ടും ഭഗവാൻ കൃഷ്ണൻ ചന്ദനത്തടി കൊണ്ടും ഭീമദേവൻ കല്ലുകൊണ്ടും ഈ ക്ഷേത്രം പണിതുയർത്തി. എന്നാൽ ഈ ഐശ്വര്യം പലരുടെയും കണ്ണു തുറപ്പിച്ചു. 1024 മഹമൂദ് ഗസ്നി മുതൽ അലാവുദ്ദീൻ ഖിൽജിയും ഔറംഗസേബും വരെ ഈ പുണ്യഭൂമിയെ തകർക്കാൻ ശ്രമിച്ചു. 17 തവണയാണ് സോമനാഥിന്റെ വിരിമാറിലേക്ക് അധിനിവേശത്തിന്റെ വാളുകൾ ആഴ്ന്നിറങ്ങിയത്. ഓരോ തവണയും അത് തകർക്കപ്പെട്ടു. ഓരോ തവണയും ആ മണ്ണ് ചോരയിൽ കുതിർന്നു. പക്ഷേ സോമനാഥ് വെറുമൊരു കല്ലും മണ്ണുമല്ല. അത് തകർത്താൽ തീരുന്നതല്ലെന്ന് ഭാരതം ലോകത്തിന് കാട്ടിക്കൊടുത്തു. ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ അത് ഓരോ തവണയും ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് സോമനാഥിനെ ശാശ്വത തീർത്ഥാടനം എന്ന് വിളിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ആ പ്രതിജ്ഞ എടുത്തു. ഭാരതത്തിന്റെ അഭിമാനം വീണ്ടും ഇവിടെ ഉയരും. 1951 ഭാരതത്തിന്റെ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പുതിയ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുമ്പോൾ അതൊരു ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം മാത്രമായിരുന്നില്ല, മറിച്ച് തകർക്കാൻ കഴിയാത്ത ഹൈന്ദവ സംസ്കൃതിയുടെ പ്രഖ്യാപനമായിരുന്നു. കപിലയും ഹിരണും സരസ്വതിയും സംഗമിച്ച് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് ചേരുന്ന ത്രിവേണി സംഗമത്തിന്റെ തീരം. ഇതിനടുത്തുള്ള ഭൽക്ക തീർത്ഥത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ലീലകൾ അവസാനിപ്പിച്ച് നിജധാമം പ്രാപിച്ചത്. ഇന്നും സോമനാഥിന്റെ ഗോപുരത്തിന് മുകളിൽ ഉയരുന്ന ആ കൊടിമരം ലോകത്തോട് വിളിച്ചു പറയുന്നു: ഭരണാധികാരികൾ വന്നേക്കാം, പോയേക്കാം, ആക്രമണകാരികൾക്ക് വിഗ്രഹങ്ങളെ ഉടയ്ക്കാം, പക്ഷേ യുഗങ്ങൾ കഴിഞ്ഞാലും അടിയുറച്ച ഈ വിശ്വാസത്തെ തൊടാൻ ആർക്കും കഴിയില്ല.